വെൽക്കം ബാക്ക് ഇൻ ആർക്കിഡോസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യം തന്നെ ഞാൻ എല്ലാവരോടും നന്ദി പറയുകയാണെങ്കിൽ ഒരുപാട് നന്ദി. ഞാനിപ്പോൾ ഉള്ളത് നമ്മളെ തിരൂർ നമ്മളെ ഷോപ്പിൻ്റെ മുന്നിൽ തന്നെയാണ്. തിരൂർ താഴെപ്പാലം നിയർ പവൻഗോൾഡ് നമ്മളെ ലൊക്കേഷൻ വരുന്നത്. നമ്മൾ ഇത് ഓപ്പൺ ആക്കിയത് മെയ് 12, 2024 നമ്മൾ ഷോപ്പ് ഓപ്പൺ ആക്കിയത്. നിങ്ങൾക്ക് അറിയാം, ഏകദേശം ഇപ്പോൾ ഒരു വർഷം പിന്നിട്ട് കൂടെ നിന്നതിനും സപ്പോർട്ട് ചെയ്തതിനും ആദ്യം തന്നെ ഒരുപാട് നന്ദി. എൻ്റെ ഫോളോവേഴ്സിനും അതിനുവേണ്ടി നമ്മൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച എൻ്റെ ഫാമിലി മെമ്പേഴ്സിനും സുഹൃത്തുക്കൾക്കും. സോ ഒരുപാട് നിങ്ങൾക്ക് അറിയാൻ പറ്റും, നമ്മൾ ഈ ഒരു യാത്ര, അതായത് യൂസ്ഡ് ഐഫോൺസ് നമ്മൾ സെയിൽ ചെയ്യാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ഏകദേശം ഒരു 5 വർഷത്തിന് മുകളിലായി. നമ്മളെ ബ്രാഞ്ചസ് വരുന്നത് തിരൂരുണ്ട്, അതേപോലെ തന്നെ ദുബായിലുണ്ട്, അതേപോലെ അബുദാബിയിലുണ്ട്. ഇനി നിങ്ങളെല്ലാവരും കാത്തിരിക്കുന്ന പോലെ തന്നെ നമ്മളിതാ നിങ്ങളുടെ കോഴിക്കോട് കാലിക്കറ്റും നമ്മുടെ 4ാമത്തെ ബ്രാഞ്ച് ഓപ്പൺ ആക്കുകയാണ്. സോ അതിന് മുമ്പ് നമ്മളെ ഷോപ്പിൻ്റെ ഉള്ളിലേക്ക് പോവാം. ഷോപ്പിലെ സ്റ്റോക്കുകളെ ക്വാളിറ്റി കാണിച്ചു തരാം, അതുപോലെ വിശേഷങ്ങൾ നമുക്ക് പങ്കുവെക്കാം. അപ്പോൾ നമുക്ക് ഇവിടെ ഇപ്പോൾ ഒരുപാട് സ്റ്റോക്കുകളുണ്ട്. അതുകൂടാതെ തന്നെ നമുക്ക് EMI സൗകര്യങ്ങൾ നമ്മൾ തിരൂർ ചെയ്യുന്നുണ്ട്. EMI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 24 മന്ത് EMI, ബജാജ് കാർഡ്, അതേപോലെ ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ് EMI. നമ്മൾ ബജാജ് കാർഡൊക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ 24 മന്ത് EMI നിങ്ങൾക്ക് യൂസ് ചെയ്യാം, 0 കോസ്റ്റ് EMI. അതേപോലെ 2013 രൂപ ഇന്ത്യൻ റുപ്പീസ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ iPhone 15 ഒക്കെ നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റും. ഇതൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. ഇതേ സംഭവങ്ങൾ നമ്മളെ കാലിക്കറ്റ് സ്റ്റോറിലുണ്ട്. കാലിക്കറ്റ് സ്റ്റോറിൻ്റെ വിശേഷങ്ങൾ നിങ്ങൾക്ക് അവിടെ പോയിട്ട് സ്റ്റോർ നിങ്ങൾക്ക് കാണിച്ചു തരും. അപ്പോൾ അതിന് മുമ്പ് തന്നെ നമ്മൾ യൂസർ ഫോൺസാണ് ചെയ്യുന്നത്. ഇതിൽ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറഞ്ഞത് നമ്മൾ ഇപ്രാവശ്യം ഞങ്ങൾ പുതുതായിട്ട് കൊണ്ടുവരുന്നത് 1 ഇയർ വാറണ്ടി. നിങ്ങൾ ആപ്പിൾ സ്റ്റോറിൽ നിന്ന് എടുക്കുന്ന ആ ഒരു സർവീസ് നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ ആർക്യൂടോക്സിൻ്റെ ഏത് ബ്രാഞ്ചിൽ നിന്ന്, ദുബായിന്നാവട്ടെ അബുദാബിന്നാവട്ടെ, നിങ്ങൾ എടുക്കുകയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് 1 ഇയർ വാറണ്ടി നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഇത് എവിടെ കിട്ടുക? അപ്പോൾ എവിടെയും കിട്ടില്ല. അപ്പോൾ കാലിക്കറ്റ് സ്റ്റോറിൽ കിട്ടും, അതേപോലെ തന്നെ തിരൂർ സ്റ്റോറിൽ കിട്ടും, ദുബായിൽ കിട്ടും, അബുദാബിയിൽ കിട്ടും. അത് നമ്മൾ വെറുതെ കൊടുക്കുകയല്ല. അത് കൊടുക്കാനുള്ള ഒരു കോൺഫിഡൻറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാ ഈ ഒരു മുതൽ തന്നെയാണ്. ഈ ഒരു മുതൽ എന്ന് പറഞ്ഞാൽ ഫോണല്ല, ക്വാളിറ്റി. ഫോൺ നിങ്ങൾക്ക് ഏത് നോക്കാം, ക്വാളിറ്റി ബേസ് ചെയ്തിട്ടാണ് നമ്മൾ വാറണ്ടി പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ ഇലക്ട്രോണിക്സ് ആണ്, കംപ്ലൈൻറ്റ്സ് കാര്യങ്ങളൊക്കെ വരില്ല എന്ന് പറയുന്നത് ഇൻ്റെ സാധനം മാത്രം ദമ്മാണ്, നല്ല സാധനം എന്ന് പറഞ്ഞിട്ട് കച്ചവടം ചെയ്യുന്നുണ്ടെങ്കിൽ അവർ ശ്രദ്ധിച്ചോ. പക്ഷെ അങ്ങനെയല്ല, ഇതൊക്കെ ഇലക്ട്രോണിക്സ് ആണ്, കംപ്ലൈൻറ്റ്സ് വരും. 1 ഇയർ ആപ്പിൾ വാറണ്ടി കൊടുക്കണമെന്നുണ്ടെങ്കിൽ അവർക്കും അറിയാൻ പറ്റും ആ സാധനം കംപ്ലൈൻറ്റ് ആയേക്കാം എന്നൊക്കെ. അപ്പോൾ അതേപോലെ നിങ്ങൾക്കിത് 1 കൊല്ലം വാറണ്ടിയോട് കൂടിയിട്ട് ഞങ്ങൾ ആർക്യൂടോക്സിൽ തിരൂരാവട്ടെ, കാലിക്കറ്റ് ആവട്ടെ, ഇനി ദുബായിലാവട്ടെ, അബുദാബിയിലാവട്ടെ ഒക്കെ നമ്മൾ തരുകയാണ്. അപ്പോൾ നിങ്ങളുടെ ഈ ഒരു സപ്പോർട്ട് തുടർന്നും വേണം. അതേപോലെ തന്നെ ഇപ്പോൾ നമുക്കറിയാൻ പറ്റും 2026 നമ്മൾ പോവുകയാണ്. അപ്പോൾ നിങ്ങളുടെ ഈ ഒരു സപ്പോർട്ട് കൊണ്ട് 4ാമത്തെ ബ്രാഞ്ചൊക്കെ ഓപ്പൺ ആക്കാറുണ്ട്. അൽഹംദുലില്ലാ, പടച്ചോനെ സ്തുതിച്ചാൽ മതിയാവില്ല. സോ ഗൈസ്, അപ്പോൾ ക്വാളിറ്റികൾ കണ്ടില്ലേ, ഇതൊക്കെയാണ് നമ്മളെ വിശേഷങ്ങൾ. അപ്പോൾ ഇനി നേരെ നമുക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ സ്റ്റോർ കേട്ടോ. ഇതാണ് നമ്മുടെ സ്റ്റോർ. പുതിയ മോഡൽസ് എല്ലാം ഉണ്ട്. അപ്പോൾ ഇനി നമുക്ക് നേരെ കാലിക്കറ്റ് സ്റ്റോറിൽ പോവാം. ഗൈസ്, ഞങ്ങളിപ്പോൾ കോഴിക്കോട് എത്തി. കോഴിക്കോടിൻ്റെ നഗര മധ്യത്തിലൂടെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. കൂടെ എന്നോടൊപ്പം ഫായിസ് ബ്രോ ഉണ്ട്. ബാക്ക് സൈഡിൽ നമ്മളൊരു മുതലാളിണ്ട്, ആള് ഫുള്ള് കോണിലാണ്. ഓക്കെ ഫായിസ് ബ്രോ, എന്താ പറയുക, നമ്മളങ്ങനെ ദുബായിൽ നിന്നും പെട്ടെന്ന് തന്നെ കാലിക്കറ്റ് എത്തി, കോഴിക്കോട് എത്തി. അപ്പം ഒരുപാട് സന്തോഷം ഗൈസ്. കോഴിക്കോട് പോലത്തെ ഉള്ള സിറ്റിയിൽ നമ്മൾ ആർക്യൂടോക്സ് വരും. കാരണം ഒരുപാട് കസ്റ്റമേഴ്സ് ഉള്ള ഒരു സ്ഥലമാണ് കോഴിക്കോട്. പ്രത്യേകിച്ചിട്ട് നമുക്ക് അറിയാമല്ലോ, കണ്ണൂർ കാസർഗോഡ് നിന്ന് ഇഷ്ടംപോലെ ആൾക്കാർ വരുന്നുണ്ട്. അവരൊക്കെ തിരൂർ വന്നിട്ടുണ്ട്. അപ്പോൾ അവർക്കും കൂടി കുറച്ചും കൂടി എളുപ്പത്തിന് കോഴിക്കോട് നമ്മൾ എത്തിയിട്ടുണ്ട്. അത് മാത്രമല്ല, നമുക്ക് കസ്റ്റമർക്ക് നമുക്കിപ്പോൾ കേരളത്തിൽ ആകെ ബ്രാഞ്ചുകളെന്ന് പറഞ്ഞ് 2ാമത്തെ ബ്രാഞ്ച് എല്ലാവരും പറഞ്ഞു UAE 2 ബ്രാഞ്ച് ആകെ, കേരളത്തിൽ 1 ബ്രാഞ്ചിലേ ഉള്ളൂ. കേരളത്തിലും നമ്മളെ കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലും അടുത്ത ബ്രാഞ്ച് ഓപ്പൺ ചെയ്യാണ്. നിങ്ങൾ എല്ലാ സഹകരണവും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നമ്മൾ ഇതേപോലെ എന്ത് ചെയ്യും, ഇനിയും അടുത്ത ഓരോ സംഗതികൾ നമ്മൾ ചെയ്തോണ്ടിരിക്കും. തീർച്ചയായിട്ടും. അപ്പൊ ഇതാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഇത് ഏതാ ടൗണ്? ഇത് കറക്റ്റ് മാവൂർ റോഡ്, KSRTC ബസ് സ്റ്റാൻഡ്. KSRTC ബസ് സ്റ്റാൻഡ് ഇവിടെ ഉണ്ട്. ഇത് മാവൂർ റോഡ് കേട്ടോ. നമ്മളെ ഹരിയായിട്ട് നമ്മുടെ തൊണ്ടയാട് ബൈപ്പാസ് കയറി നേരെ മാവൂർ റോഡിൽ കയറാണ്. അതെ, ഇവിടെ നേരെ ലെഫ്റ്റ് നമ്മളെ കാലിക്കറ്റ് എന്താ പറയാ നമ്മളെ ബീച്ച് റോഡിനാണ് പോകേണ്ടത്. ബീച്ച് റോഡിന് കയറിയിട്ട് ലൊക്കേഷൻ ഇപ്രാവശ്യം കറക്റ്റ് ഞാൻ കാണിച്ചു തരാം കേട്ടോ. കാരണം നിങ്ങൾക്ക് എല്ലാവരും എന്തായാലും ഇനാഗ്രേഷൻ ആ സമയത്ത് വരും. ഞാൻ അറിയാലോ, തിരൂർ സ്റ്റോർ കാണിച്ചെന്ന പോലെ തന്നെ നമ്മൾ 1 ഇയർ വാറണ്ടി നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കൂടാതെ തന്നെ നമ്മൾ ഗിവ് അവേ കാര്യങ്ങളൊക്കെ 1 ഇയർ വാറണ്ടി നമ്മൾ ഇതിലാണ് ഫസ്റ്റ് ടൈം പറഞ്ഞു കിട്ടാം. 1 ഇയർ നമ്മള് ഇവിടുന്ന് എടുക്കുന്ന നമ്മളെ കോഴിക്കോട് ബ്രാഞ്ച് ഓപ്പൺ ചെയ്ത അന്ന് മുതൽ 1 ഇയർ വാറണ്ടി പ്രൊവൈഡ് ചെയ്യുന്നത്.
ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതേപോലെ ഓട്ടോറിക്ഷ നടുകൂടി പോകും. അത് ഇത് ദുബായ് അല്ലേ ഗൈസ്, ഇതിന്റെ ഒരു പ്രത്യേകത ഇവിടെ അങ്ങനെയാണ്. അപ്പൊ ഞങ്ങൾ എന്തായാലും ക്രൗഡ് ഇവിടുന്ന് നമുക്ക് എന്താക്കാം, ബാക്കിയുള്ള ലൊക്കേഷൻ കറക്റ്റ് കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. നേരെ ആയി കഴിഞ്ഞാൽ ഇതാ ഈ റോഡൊക്കെ, ഇത് ബീച്ച് റോഡല്ലേ? ബീച്ച് റോഡ് ബീച്ച് റോഡ് ഈ താഴെ നേരെ ബീച്ചിലോട്ട് പോകും. മേൾക്കുള്ള ബീച്ചിലേക്കും നേരെ പാരഗൺ ഹോട്ടലല്ലേ, പാരഗൺ ഹോട്ടല് ഈ ഒരു ഇതിൽ കൂടി തന്നെയാണ് നമ്മളെ ലൊക്കേഷൻ കടന്ന് പോകുന്നത്. നമ്മൾ അതിലേക്കാണ് പോകുന്നത്. എവിടെയാണ് മാവൂർ റോഡ്, YMC റോഡിലെ ഇത് നേരെ കണ്ണൂർ റോഡാണ്. നമ്മളെ അവിടുന്ന് ബസ് സ്റ്റാൻഡ്, അതേപോലെ നമ്മളെ എന്താ പറയാ ഇവിടുന്ന് വരുമ്പോ നമ്മളെ കാലിക്കറ്റ് എന്താ റെയിൽവേ സ്റ്റേഷനിൽ വരുമ്പോ സമയത്ത് ഈ റോഡിലോട്ട് വരലിട്ടാ. ഈ റോഡിലൂടെ ലെഫ്റ്റ് ഇങ്ങോട്ട് നമ്മള് പോകുന്നത് അല്ലല്ല, അവിടുന്ന് അത് കണ്ണൂർ റോഡ് മറ്റേ ഇവിടുന്ന് മറ്റേ മാനാഞ്ചിറ സ്ക്വയറിന് കണ്ണൂർ റോഡാണിത്. അല്ല ഞാൻ ചോദിക്കണം കോഴിക്കോട്ടെ. പിന്നെ കോഴിക്കോട് മുട്ടായി തെരുവ് ബാക്കിന് ആ റോഡാണ് വരുന്നത്. മുട്ടായി തെരുവ് റോഡാണ് ഈ വരുന്നത്. കണ്ണൂർ റോഡാണിത്. പാരഗൺ ഹോട്ടൽ കഴിഞ്ഞ് അങ്ങനെ വന്ന് നേരെ YMC വൺവേയാണ്. ചില ആൾക്കാരിങ്ങനെ വരുന്നത് നോക്കണ്ട, വൺവേയാണ് അപ്പൊ ഇത് വൺവേ ആണെങ്കിലും നമ്മൾ കേരളത്തിലായതുകൊണ്ട് വൺവേ നമുക്ക് ഫൈനാണ്. അത്രേ ഉള്ളൂ. നമ്മളെ കസ്റ്റമർ അങ്ങനെ വരണ്ട, നേരെ എങ്ങനെ വരിക കറക്റ്റ് ഇതാണ്. നമ്മളെ ചെക്കൻ അവിടെ ഉണ്ട് നിവിൻ ബോഡി. പിന്നെ ഇങ്ങനെ പോയിട്ട് നേരെ നമ്മളെ ഷോപ്പിന്റെ ഇതാണ് YMC റോഡ്, ക്രോസ് റോഡ്. ഇതാ നമ്മളെ കണ്ണൂർ റോഡ് പാരഗൺ കഴിഞ്ഞാല് ഫസ്റ്റ് റൈറ്റ്. പാരഗൺ റോഡ് കണ്ണൂർ റോഡ് കയറി കഴിഞ്ഞാല് ഫസ്റ്റ് റൈറ്റ് YMC റോഡ്. ഒരുപാട് ബാങ്കും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് എല്ലാവരും അറിയപ്പെടുന്ന ഒരു ഏരിയയാണ്. ഇവിടെ കോർപ്പറേറ്റീവ് ബാങ്ക് ഉണ്ട്, പിന്നെ ആക്സിസ് ബാങ്ക് ഉണ്ട്, ഇൻഡസ്ഇൻഡ് ബാങ്ക് ഉണ്ട്. ഏറ്റവും കൂടുതൽ ബാങ്ക് ഇവിടെ നിൽക്കുന്ന സ്ഥലം ഈ സ്ഥലത്താണ്. ഇൻഡസ്ഇൻഡ് ബാങ്ക്, മുത്തൂറ്റ് ഫിൻകോർപ്പ് ഉണ്ട്, യെസ് ബാങ്ക് ഉണ്ട്, SBI ഉണ്ട്, എല്ലാം ഉണ്ട്. പിന്നെ നമ്മളെ ഇവിടെ HDFC ഉണ്ട്. ഇനി അങ്ങനെ പോയിട്ട് നമ്മുടെ ലൊക്കേഷൻ നമ്മുടെ സ്റ്റോർ മോനഞ്ഞ് നമ്മൾ കറക്റ്റ് നമ്മൾ കാണിച്ചു കൊടുക്കും. ഇവിടെ ഒരു ATM കണ്ടില്ല, അതിന്റെ തൊട്ടടുത്ത് തന്നെ നമ്മളെ മേലെ ഭാവനശേഷിക്ക് കണ്ടില്ല, അതിന് താഴെ ഇവിടെ ഓപ്പൺ ആക്കിയിട്ടില്ല ഈ ഷട്ടർ. അപ്പോൾ നമ്മളെ കറക്റ്റ് ലൊക്കേഷന് നിങ്ങൾ കണ്ടല്ലോ, കോഴിക്കോട് YMC റോഡിന് ഇതാണ് ഷോപ്പ് ഒന്ന് കാണിച്ചു കൊടുത്തോളാം. പിന്നെ ഈ റോഡ് ഒന്ന് കാണിച്ചു കൊടുത്തോളാം. ഇതിന്റെ ഓപ്പോസിറ്റ് വരുന്നത് ഇവിടെ നമ്മൾ തൊട്ടിപ്പുറത്ത് തന്നെ കമ്പ്യൂട്ടറിന്റെ ഒരു ലാപ്ടോപ്പിന്റെ സ്റ്റോറും ഇവിടെ തൊട്ടിട്ടുണ്ട്. ഇത് ഞങ്ങൾ നേരെ ഓപ്പോസിറ്റ് ആണെങ്കിൽ ഇതാണ് RR കബേൽ അല്ലേ. ഓക്കെ, ഇവിടെ വരുന്നുണ്ട്. പിന്നെ ഇങ്ങോട്ട് പോവാം. അപ്പൊ നമ്മൾ ഇവിടുത്തെ പമ്പ് ഉണ്ട്. എവിടെയാണ്? HP പമ്പ് പമ്പ് ഉണ്ട്. പിന്നെ നിങ്ങൾക്ക് പെട്രോളിയം പമ്പ് ഉണ്ട് ഇവിടെ അടുത്ത് തന്നെ. ബസ് സ്റ്റേഷന് ബസ്സിന്റെ ഇതില്ല, ബസ്സിന്റെ ഏറ്റവും നല്ല സിമ്പിൾ ആയിട്ട് നമ്മളെ ബസ് നമ്മളിപ്പോ വന്ന റോഡിലാണ് ബസ് സ്റ്റേഷൻ ഉള്ളത്. കാരണം KSRTC ബസ് സ്റ്റാൻഡ് കാണിച്ചില്ല, അതിന് തൊട്ടപ്പുറത്തുള്ളത്. അവിടെ നിങ്ങൾക്ക് കണ്ണൂർ സൈഡിലേക്കുള്ള ബസ് കയറി കഴിഞ്ഞാൽ നമുക്ക് YMC ക്രോസ് റോഡ് ഇറങ്ങാം. അവിടെ നിങ്ങൾക്ക് ഏകദേശം ഒരു 150-200 മീറ്റർ അടുത്ത് നടക്കാനുള്ളൂ. ഇനി ഇവിടെ നിന്നാണെന്നുണ്ടെങ്കിലും സുഖമാണ് നടന്നു വരാൻ, ഒരു 10-500 മീറ്റർ ഉണ്ടാവുള്ളൂ. പിന്നെ നമ്മുടെ ബസ് സ്റ്റാൻഡ് റെയിൽവേയിൽ നിങ്ങൾ ട്രെയിനിലാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ആക്സസ് എളുപ്പമാണ്. ലൊക്കേഷൻ 30-40 രൂപ 30 രൂപയുടെ ഓട്ടോ ഉണ്ടാവുള്ളൂ മിനിമം ചാർജ്. ഓട്ടോക്ക് ഇവിടെ ഏകദേശം 1 കിലോമീറ്ററിന്റെ അടുത്തേ ഉള്ളൂ ഇവിടെ എത്താൻ. ഇനി നല്ല ഫുഡ്, കോഴിക്കോട് ഫുഡ് കഴിക്കണോ, അതും ഇവിടെ ഉണ്ട്. കോഴിക്കോട് ഏറ്റവും നമ്പർ 1 ആയ പാരഗൺ ഹോട്ടൽ തൊട്ടടുത്താണ്. ഏകദേശം ഒരു 10-300 മീറ്റർ അടുത്താണ്. കണ്ടാലെങ്കിൽ അപ്പോൾ വർക്ക് നടന്നുകൊണ്ടിരിക്കട്ടോ, വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഈ ഒരു ഭാഗത്ത് എന്താ പറയാ, സ്ക്രീൻ കവർ വെക്കുന്ന സെക്ഷനാണ് ഇവിടെ വരുന്നത്. ഇവിടെ തൊട്ടടുത്ത് തന്നെ ബ്രാൻഡ് ന്യൂ ഫോണുകൾ ഇവിടെ വെക്കും. പിന്നെ അതേപോലെ ഇവിടെ യൂസർ ഫോണുകളിന് അത്യാവശ്യം ക്വാണ്ടിറ്റി സ്റ്റോക്കുകൾ ഉണ്ടാവും കേട്ടോ. പിന്നെ നമുക്കിപ്പോൾ ഈ ഒരു സ്റ്റോറിൽ നഫ്സല ഒന്ന് ഉരിയാട്, നഫ്സലൊക്കെ ഉരിയാടുണ്ട്. വൈസ് ബ്രോ എന്താണ് പറയല്ല. അപ്പോൾ ഇവിടെ നമ്മളെ ഓഫീസുണ്ട്. പിന്നെ അതേപോലെ ഓഫീസ് കറക്റ്റ് ഇതിലാണ് വരുന്നത്. അതൊക്കെ പണി കഴിയുമ്പോൾ നിങ്ങൾക്ക് അറിയാം. പണി കഴിഞ്ഞാൽ നമ്മൾ അതിനെക്കാട്ടും പണി കഴിഞ്ഞുള്ളത് നമുക്ക് എപ്പോഴും കാണാം. പക്ഷെ പണി കഴിയുന്ന മുന്നുള്ളത് അതെന്നും നമ്മൾ ആ ഓർമ്മകളായിട്ട് യൂട്യൂബിൽ ഇങ്ങനെ എടുക്കും. പിന്നെ ഇവിടെ വരുന്നത് കസ്റ്റമർ ലോഞ്ച് വരുന്നുണ്ട്. പിന്നെ ഇവിടെ സർവീസിന്റെ കാര്യം പറയുകയാണെങ്കിൽ 1 year വാറന്റി നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അത് കൂടാതെ തന്നെ നിങ്ങളുടെ ഫോണും കാര്യങ്ങളൊക്കെ കംപ്ലൈന്റ് ആയി കഴിഞ്ഞാലും അത് വിത്ത് റെസ്പോൺസിബിലിറ്റി വാറന്റിയോട് കൂടിയിട്ട് നമ്മൾ റെഡിയാക്കി തരും. കാലിക്കറ്റിൽ ഏക സ്ഥാപനം. ഇത് സെപ്പറേറ്റ് ആയ സർവീസ് റൂം ഇതെല്ലാം ഇതപ്പോൾ ഇങ്ങനെ സെറ്റാക്കി വെച്ചിട്ടുണ്ടല്ലേ? എല്ലാം സെറ്റാക്കി വെച്ചിരിക്കുകയാണ്. ഇൻഷാ അല്ലാഹ്
ഉടനെ റെഡിയാവും. പിന്നെ അവിടെ ആ ഒരു ഭാഗത്താണ് ക്യാഷ് കൗണ്ടർ വരുന്നത്. ഇതെവിടെ ഈ ഒരു ഭാഗത്ത്. ഇവിടെ വേറെ സംഭവം ഉണ്ട്. ഈ ഒരു ഭാഗമില്ലേ എടാ, ഈ ഒരു ഭാഗം ഇങ്ങോട്ട് വാ. ഈ ഒരു ഭാഗത്ത് നിങ്ങൾ എവിടെയും കണ്ടിട്ടുണ്ടാവില്ല. നമ്മളൊരു ആപ്പിൾ ഐഫോൺ എടുക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റത്തെ മെയിൻലി ഇവിടെ ഉള്ള ആൾക്കാർ എന്ന് പറഞ്ഞാൽ ഷോഫ് എന്ന് പറഞ്ഞ സംഭവം അത്യാവശ്യം ഉണ്ട് അല്ല. അപ്പോൾ ഞാനൊക്കെയുള്ള ഇപ്പോൾ വലിയൊരു മോഡൽസ് എടുക്കുകയാണെങ്കിൽ ഒരു ജസ്റ്റ് ഇത് കാണണം അല്ലെങ്കിൽ ഇതാക്കണം. അതുകൊണ്ടാണല്ലോ ഇപ്പോൾ നമ്മൾ ഒരു അല്ലെങ്കിൽ 70 Pro മനുഷ്യരാണോ ഷോ അല്ല, ഞാൻ പറയട്ടെ, ഓപ്പൺ ആയിട്ട് പറയണേ. അപ്പോൾ സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടുന്ന് ഒരു മിറർ സെൽഫി നിങ്ങൾക്ക് എടുക്കണോ, ഇവിടെ അതിന് നമ്മളത് മിറർ സെൽഫി നമ്മൾ സെറ്റ് ആക്കുന്നുണ്ട്. അത് കിട്ടില്ല, നിങ്ങൾ ആ ഒരു സംഭവം അത് കാണണം. ഇപ്പോ പറഞ്ഞ പോലെ ഇത് ഷോപ്പ് പണി നടക്കുന്ന വീഡിയോ ആണ്. ഇത് നമുക്ക് ഇപ്പോഴേ കാണാൻ പറ്റുള്ളൂ. ഇവർക്ക് ഇങ്ങനെ കാണിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ നമ്മളെ അബുദാബി സ്ഥാപനം, അതേപോലെ ദുബായ് ഷോപ്പ്, അതേപോലെ നമ്മുടെ തിരൂർ സ്ഥാപനങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് ഇതേപോലെ കാണിച്ചു തന്നിട്ടുണ്ട്. സോ നമ്മളെ ഈ ഒരു 4ാമത്തെ ബ്രാഞ്ചും നിങ്ങൾക്ക് ഇതേപോലെ കാണിച്ചു തരുന്നതിൻ്റെ ആഗ്രഹമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഞാനും വൈസ് ബ്രോയും കോഴിക്കോടേക്ക് എത്തിയത്, നിങ്ങൾക്കിത് കാണിച്ചു തന്നതും. അർബാബേ അപ്പൊ നമ്മളെ ബാക്കിയുള്ള കാര്യം എന്താ വെച്ച് കഴിഞ്ഞാല് ഇനിയിപ്പോ ഇവിടെ വന്നു കഴിഞ്ഞാല് ഇപ്പൊ കോഴിക്കോട് മെയിൻ നമ്മളെ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കോഴിക്കോടൊക്കെ ഹോസ്പിറ്റലിനോട് അടുത്തുണ്ട്. നമ്മളിവിടെ ചൂസ് ചെയ്യാനുള്ള കാരണം പറഞ്ഞു കൊടുക്ക്. ചൂസ് ചെയ്യാനുള്ള കാരണം നമ്മളിവിടെ എവിടെ കാലിക്കറ്റില് YMCA ക്രോസ് റോഡ് നമ്മൾ ചൂസ് ചെയ്യാനുള്ള കാരണം ഒന്ന് ഫസ്റ്റത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ എൻക്വയറി, ഏറ്റവും കൂടുതൽ കസ്റ്റമേഴ്സ് തിരൂരിന്ന് കാലിക്കറ്റിൽ നിന്ന് തിരൂർക്ക് അവിടെ എത്തിപ്പെടുക. അവർക്ക് അടുത്ത് നിയറസ്റ്റ് സ്റ്റോർ ഉണ്ടാകുമ്പോൾ കൂടുതൽ ആക്സസിബിലിറ്റി എളുപ്പമാണ്. അതുമാത്രമല്ല നമ്മളിപ്പോൾ ഞാൻ ഒരു കമ്പാരിസൺ നടത്തില്ല. ഒരു ആപ്പിൾ സ്റ്റോറാണ് തന്നെ ഇന്റർനാഷണൽ, അവിടെ ലോകത്ത് എല്ലായിടത്തും ഉണ്ട്. അവർക്ക് എന്തെങ്കിലും ഫോൺ കംപ്ലൈൻറ്റ് ആയി കഴിഞ്ഞാൽ അവിടെ ഇവിടെയൊക്കെ കാണിക്കാം. അപ്പോൾ നമ്മളിത് മെല്ലെ ഇപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടിങ്ങും പ്രാർത്ഥന കൊണ്ടും ഇവിടെ ഈ 2025 ഡിസംബർ മാസത്തിൽ ഞങ്ങൾ ഇവിടെ ഷോപ്പ് ഓപ്പൺ ആക്കി അറിയുമ്പോൾ അത് നമ്മളെ ഒരു സക്സസ് ആണ്. നിങ്ങളെ പ്രാർത്ഥനയും നിങ്ങളുടെ സപ്പോർട്ടിങ് കൊണ്ടാണ് ഇവിടെ എത്തുന്നത്. അപ്പോൾ അതാണ് മെയിൻ ഓപ്പൺ ആക്കാൻ കസ്റ്റമർക്ക് ആക്സസ് കൂടുതലും. രണ്ടാമത്തെ കാര്യം എനിക്കറിയാമല്ലോ, കാലിക്കറ്റ് പോലത്തെ സിറ്റി ഏറ്റവും കൂടുതൽ സപ്പോർട്ടിങ് എന്ന നാട് ഇതാണ്. തീർച്ചയായും അത് മുട്ടായിത്തെരുവിന്റെ നാട് അതന്നെ. അപ്പൊ ഏറ്റവും കൂടുതൽ സപ്പോർട്ടിങ് കാര്യങ്ങളൊക്കെ ഇവിടുന്ന് കിട്ടിയോണ്ട് നമുക്ക് അത്രയും കമന്റ് വന്നിട്ടുണ്ട്. എനിക്ക് ഓർമ്മ ഉണ്ടാവും നമ്മൾ കഴിഞ്ഞ വീഡിയോ ഇട്ടപ്പോൾ. അതുകൊണ്ട് നമ്മൾ ഇവിടെ ഓപ്പൺ ആക്കണം. അപ്പൊ നിങ്ങളോട് പറയാനുള്ളത് ഇനാഗ്രേഷനും കാര്യങ്ങളൊക്കെ നിങ്ങളെ അറിയിക്കും. ഡിസംബർ ലാസ്റ്റിക്ക് ഉണ്ടാവും. എന്താ ഡിസംബർ ഡേറ്റ് കാര്യങ്ങൾ കൺഫേം ആക്കാൻ തോന്നുന്നില്ല. നിങ്ങൾ കണ്ടല്ലോ പണി കാര്യങ്ങൾ, അതിന്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ശേഷം പ്രൊമോഷൻ കാര്യങ്ങൾ വരും. ഉറപ്പായിട്ട് ഇൻഷാ അല്ലാഹ് ഗിവ് അവേ എന്തായാലും കൊടുക്കും. പറഞ്ഞ പോലെ ഗിവ് അവേ കാര്യങ്ങൾ എല്ലാം ഉണ്ടാവും. പിന്നെ തുറക്കാൻ ഡേറ്റ് നമ്മൾ ഇടും. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. എല്ലാവരെയും തൊട്ട് വിളിക്കാൻ പറ്റിക്കോണമെന്നില്ല. എല്ലാവരും ഈ വീഡിയോ ക്ഷണമായി കണ്ടുകൊണ്ട് ഞങ്ങൾ ഇനാഗ്രേഷൻ ഡേറ്റ് ഇട്ട് കഴിഞ്ഞാൽ എല്ലാവരെയും ഞങ്ങള് RQ ടോക്സിന്റെ ഭാഗത്തു നിന്നും നമ്മുടെ ടീമിന്റെ എല്ലാ ടീമിന്റെ ഭാഗത്തു നിന്നും ഞങ്ങൾ എന്ത് ചെയ്യാണ് നിങ്ങളെ ഇൻവൈറ്റ് ചെയ്യാണ്. പിന്നെ സ്പോട്ട് ഗിവ് അവേ ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. ഇത് കൊടുക്കുന്ന പറഞ്ഞാൽ കൊടുക്കും. നിങ്ങൾ ഈ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾ പോസ്റ്റ് ചെയ്ത ഈ വീഡിയോ കാണിച്ചു തന്നോളി. നിങ്ങൾ എന്തോട്ടോ കൊടുക്കാതെ നമ്മളോട് ചോദിച്ചോളി, അല്ലെങ്കിൽ കമന്റ് അടിച്ചോളി, നെഗറ്റീവ് അടിച്ചോളി. അത്ര ഞങ്ങൾ കോൺഫിഡൻസോടെ പറയണം. നമ്മൾ കാരണം നമ്മൾ ഓരോ സപ്പോർട്ടിങ്ങും നിങ്ങളെ വിലയേറി സപ്പോർട്ടിങ്ങിനും ഓരോരുത്തരെയും ഓരോ കുറിപ്പുകൾ എല്ലാവരും ഒരു കമന്റ്സ് എന്ന് പറഞ്ഞാൽ അവരെ ടൈം സ്പെൻഡ് ചെയ്തിട്ട് അവരതിലൊരു കുറിപ്പ് കുറിക്കണമെങ്കിൽ അവരുടെ ടൈം ആ ഒരു സെക്കൻഡ് 2 സെക്കൻഡ് ആയിക്കോട്ടെ അത് നമുക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യണമെങ്കിൽ നമ്മളുള്ള ഇഷ്ടം കൊണ്ടാണ്. അതിന് നെഗറ്റീവ് ആയിക്കോട്ടെ പോസിറ്റീവ് ആയിക്കോട്ടെ നമ്മൾ അതെന്ത് ചെയ്യും. നെഗറ്റീവ് ആണെങ്കിൽ നമ്മൾ അതിനെ പോസിറ്റീവ് ആക്കാനുള്ള വഴികൾ നമ്മൾ കണ്ടെത്തും. എല്ലാവരും ഫോൺ കംപ്ലൈന്റ് ആകുമ്പോൾ ഉള്ള ആൾക്കാർക്ക് പെട്ടെന്നുള്ള ദേഷ്യത്തിൽ അല്ലെങ്കിൽ നെഗറ്റീവ് അടിക്കുക. അതുവരെ ഞങ്ങൾ പേഴ്സണലി മെസ്സേജ് സോൾവ് ചെയ്യലുണ്ട്. നമുക്ക് അത്രേ ഉള്ളൂ ഗൈസ്. അപ്പോ കൂടുതൽ മനുഷ്യരാണ്, തെറ്റ് സംഭവിക്കും. തെറ്റങ്ങൾ തിരുത്താൻ തയ്യാറാണ്. ഞങ്ങൾ തയ്യാറാണ്. നമ്മൾ തെറ്റുണ്ടെങ്കിൽ നമ്മൾ തയ്യാറാണ്. അതിന് റീഫണ്ട് ആണെങ്കിൽ അങ്ങനെ കൊടുക്കും. ഓരോ ബുദ്ധിമുട്ടിക്കൂല. എന്താ പറയുള്ളത്, റീഫണ്ട് എന്ന് പറഞ്ഞ വേറെ നിങ്ങൾക്ക് എങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റോ അങ്ങനെ ചെയ്ത് തരും. കാരണം നിങ്ങളെ നമ്മൾ കൺഫേം നമ്മൾ തെറ്റുണ്ടെങ്കിൽ ഇട്ടാ തീർച്ചയായിട്ടും. അപ്പൊ അതൊക്കെ. അപ്പൊ നമ്മളെ ബാങ്ക് ഇവിടെ ICICI ബാങ്ക് ഉണ്ട്. നമ്മളെ ചങ്ക എനിക്ക് ആ സാധനം ഓർമ്മയുണ്ട്. ഞാൻ പെയിന്റ് മറ്റേ RQ ടോക്സ് ഒക്കെ അടിച്ച് നമ്മളെ വണ്ടിമേ നമ്മളെ മുത്തുമണി. അപ്പൊ വീഡിയോ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. നമ്മളെ RQ ടോക്സിന്റെ തുടക്കത്തില് ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് ആ വണ്ടി i20. ഈ റോഡ് നിങ്ങൾ അപ്പൊ കണ്ടല്ലോ, നിങ്ങൾ റോഡ് കറക്റ്റ് നോട്ട് ചെയ്ത് വെച്ചോട്ടാ. ഇവിടെ നമുക്ക് ലാപ്ടോപ്പിന്റെ സ്റ്റോർ ഉണ്ട്, അതേപോലെ തന്നെ ചായക്കട ഉണ്ട്, അതേപോലെ കോളേജ് ഉണ്ട്, ഇനി എന്താ എല്ലാ സംഭവങ്ങളുണ്ട്. നമ്മുടെ ഷോപ്പ് ഇവിടെയാണ് വരുന്നത്. ഒന്നും കൂടി പറയാം, കാലിക്കറ്റ് കേബിളിന്റെ നേരെ ഓപ്പോസിറ്റ് നമ്മുടെ ഷോപ്പ് വരുന്നത്.
പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ ഇനി വേണമെങ്കിൽ ആസ്യൂസ്, അതേപോലെ തന്നെ IDBI ബാങ്ക്, അതേപോലെ ഇവിടെ HDFC എല്ലാ സംഭവങ്ങളും ഉണ്ട് കേട്ടോ. അപ്പോൾ റോഡ് ഇതാണ്. അപ്പോൾ ഇൻഷാ അല്ലാ ഒരുപാട് നന്ദി സപ്പോർട്ട് ചെയ്തതിനും കൂടെ നിന്നതിനും. ഇവിടുന്ന് അങ്ങോട്ടും നിങ്ങളെ സപ്പോർട്ടും പ്രതികരണം അല്ലെങ്കിൽ നിങ്ങളെ എല്ലാ സംഭവം ഞങ്ങൾ പ്രതീക്ഷിക്കണേ. അപ്പോൾ എന്ത് ചെയ്യാൻ ഞങ്ങൾ ഒന്നും കൂടി ഓർമ്മപ്പെടുത്താണ്, ആർക്കിടോക്സ് ഞങ്ങൾ ടീമിന്റെ ഭാഗത്ത് നിന്ന് ഞങ്ങൾ എല്ലാവരെയും ഡിസംബർ ലാസ്റ്റ് തീയതി ഞങ്ങൾ പറയുന്നതാണ്, എല്ലാവരെയും ഇൻവൈറ്റ് ചെയ്യാണ്. അപ്പം എന്ത് ചെയ്യാ ഞങ്ങൾക്ക് വേണ്ടി വീഡിയോ ഇടാൻ ലേറ്റ് ആയത് ഈ ഒരു കാരണം കൊണ്ടാട്ടോ. വീഡിയോ കാരണം നല്ല ബിസി ആയിരുന്നു. നിങ്ങൾക്കറിയാലോ അത്യാവശ്യം വലിയ പ്രൊജക്റ്റ് ആണ് അത്. നിങ്ങൾക്ക് ആ ഷോറൂമായിട്ട് തുറക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. തീർച്ചയായിട്ടും. പിന്നെ ഞങ്ങളിതാ റാസിക്ക് വന്നിട്ട് ആകെ ഇപ്പോൾ ഏകദേശം 2 ദിവസമായിട്ടുള്ളൂ. ഞാൻ വന്നിട്ട് ഏകദേശം 2 ആഴ്ചയായി. ഞങ്ങൾക്ക് ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ച് ഞങ്ങൾ അങ്ങോട്ട് പോകാനുള്ളത്. അപ്പൊ ഞങ്ങൾ ഉണ്ടാവും ഇവിടെ ഞങ്ങൾ ഇറങ്ങും, ഒന്നും വിഷയമുള്ള കാര്യം. നിങ്ങളെ സപ്പോർട്ടാണ് ഞങ്ങളെ വിജയം. ഞങ്ങൾ എപ്പോഴും ഞങ്ങൾ തുറന്നു പറയാണ്, നിങ്ങളെ RQ എന്ന സ്ഥാപനം, RQ എന്ന ബ്രാൻഡ് ഒരുപാട് നന്ദി സപ്പോർട്ട് ചെയ്തതിന്. പുതിയ വീഡിയോ ആയിട്ട് നിങ്ങൾ എല്ലാവരും ഫോളോ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കാത്തിരിക്കുക. പുതിയൊരു എപ്പിസോഡുമായിട്ട് പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്തതിൽ കാണാം.